നല്ല പടം. കൊള്ളാം. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് വെച്ച് ഇതിനെ ഒരിക്കലും റിവ്യൂ പറയരുത്. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പടത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. സെക്കൻഡ് ഹാഫ് തൊട്ട് പടത്തിൻ്റെ ജേണർ അല്ലെങ്കിൽ അതിൻ്റെ രീതി അങ്ങ് മാറുകയാണ്. ഫുൾ ട്വിസ്റ്റ് ഉണ്ട്. അവരുടെ ആ ഒരു കോംബോ ആക്ച്വലി വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കോംബോ. അപ്പോൾ ആ പടം നമ്മൾ ഫീൽ ഗുഡ് മൂവിയാണ്. ടു ബി ഫ്രാങ്ക് ഫീൽ ഗുഡ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതുപോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആ പടം അങ്ങ് മാറും. അതിൻ്റെ ഒരു രീതിയായാലും നമ്മൾ ഇതുവരെ ഇപ്പോൾ അടുത്തായി കാണുന്ന പടങ്ങളൊരു രീതിയല്ല അതിന്. എല്ലാവരുമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ്. നല്ലൊരു മോറൽ വരുന്നൊരു പടമാണ്. അഭിനയമൊക്കെ ഫഹദ് ഫാസിലൊക്കെ വളരെ നന്നായിട്ട് എക്സിക്യൂട്ട്. ആ ഒരു ചെറിയ റോള് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ചെറിയൊരു ക്യാരക്ടർ, സിമ്പിളായിട്ടുള്ള ക്യാരക്ടർ. അദ്ദേഹം വളരെ വടിവേലു സാർ പറയണം. വളരെ പ്രത്യേകിച്ച് നമ്മൾ ആ ആക്ച്വലി ഡിസീസിലെ അൾസൈമേഴ്സ് ഉള്ളതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അൾസൈമേഴ്സിനൊക്കെ അവർ വളരെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് തൊട്ട് എൻ്റെ ചേഞ്ചസ് ഡ്രാസ്റ്റിക് ആൻഡ് വെരി ഗുഡ്. നല്ല ഫിലിമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഓൾറെഡി പറഞ്ഞ ഒരു ചെറിയ ലാഗ് പോലെ നമുക്ക് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫ് ത്രില്ലിങ് ആ ഒരു പാത്തയിലേക്ക് പോകാം. വടിവേലു ഓഫ് കോഴ്സ് എല്ലാ പടത്തിലും പോലെയാണ് അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് ഫാഫയും സെയിം ആവറേജ് പകുതിയാകുമ്പോഴത്തേന് കുറച്ചുകൂടെ ഡീർക്കും. പെർഫോമൻസ് ഒക്കെ ഓക്കെ. മാരിസൺ കൊള്ളാം. നല്ല പടമാണ്. വടിവേലിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയം. അത് ചെയ്യുന്ന ആരും വിചാരിച്ചില്ല. അതൊക്കെ ബസ്സിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വടിവേലു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വടിവേലുവിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും അഭിനയം തകർത്തു. അല്ല, എൻഗേജ് ചെയ്യിപ്പിക്കണം. നമ്മളെ അടുത്തടുത്ത സീൻ എന്താകും, എന്തിനാ ചെയ്യുന്നത്, ഒരു ട്വിസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്താ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഇടയിൽ കയറ്റി ഒരു ട്വിസ്റ്റ് ആയിരുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. മുമ്പിലത്തെ സിനിമ നല്ല കോമ്പിനേഷൻ, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. നൈസ് മൂവി ആയിരുന്നു. ഡിഫറെൻറ്റ് സ്റ്റോറി ലൈൻ ആയിരുന്നു. നൈസ് ആയിരുന്നു. അതെ, സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ഇൻ്റർവെൽ നിർത്തുന്നത് തന്നെ അങ്ങനെയാണ്. സെക്കൻഡ് ഹാഫിൽ അടിപൊളിയായിട്ടുണ്ട്. ഓഫ് കോഴ്സ് മാമന്നൻ പോലെ തന്നെ മത്സരിച്ച് അഭിനയിക്കുന്നത് കാണാൻ പറ്റും. രസമുണ്ട്. എല്ലാവരുടെ അഭിനയമൊക്കെ കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. കണ്ടുപിടിക്കാൻ നല്ല പടമാണ്. കുഴപ്പമില്ല. രണ്ട് അഭിനയം കൊള്ളാം. നല്ല പുതിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല വടിവേലൊക്കെ നല്ല നീറ്റായിട്ട് അനുഭവിച്ചു.